ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ അജണ്ട രാമക്ഷേത്രമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം നോക്കൂ സ്മൃതി, ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. ആ വിവാദം ആ സമുദായത്തിനുള്ളിൽ തന്നെ രൂപപ്പെട്ട വിവാദമാണ്. ഹിന്ദു സമുദായത്തിനകത്താണ് ആ വിവാദം ഉണ്ടായിരിക്കുന്നത്. ആരാണ് ആ വിവാദത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്? അത് 4 ശങ്കരാചാര്യന്മാരാണ്. എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് ഈ പുനഃപ്രതിഷ്ഠ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ശാസ്ത്ര വിധികളുണ്ട് അവരുടെ വിശ്വാസത്തിനകത്ത്. ആ ആ രീതികളെയൊക്കെ ലംഘിച്ചുകൊണ്ട് വളരെ തിടുക്കത്തിൽ അയോധ്യയിൽ ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഹിന്ദു ആചാര വിധികൾക്ക് ആ വിധികൾക്കെതിരായി അല്ലെങ്കിൽ അതിനനുസരിക്കാതെ പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രത്തിൽ രാമൻ്റെ പ്രതിഷ്ഠ ഇത്ര തിടുക്കത്തിൽ നടത്തുന്നത് ഈ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? അതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണോ അല്ലയോ എന്ന കാര്യത്തിൽ എനിക്കൊരു വ്യക്തത കുറവില്ല. അത് കൃത്യമായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻനിർത്തി BJP മുന്നോട്ട് വച്ചിരിക്കുന്ന അജണ്ട തന്നെയാണ്, രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. എന്തുകൊണ്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം BJPക്ക് രാഷ്ട്രീയ അജണ്ടയാക്കേണ്ടി വരുന്നത്? അതാണല്ലോ അടുത്തൊരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ കണ്ടു അടുത്തിടെ പാർലമെൻറ്റിലേക്ക് 4 യുവാക്കൾ കടന്നു കയറി അല്ലേ. അവർ ലോക്സഭയിൽ ചാടി ഇറങ്ങി അവിടെ ഈ പുക കൊണ്ടൊരു ആക്രമണമൊക്കെ നടത്തി. എന്തുകൊണ്ടാണ് ആ 4 ആളുകൾ പാർലമെൻറ്റ് ആക്രമണത്തിന് മുതിർന്നത്? എൻ്റെ അറിവിൽ അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ ഭാഗമല്ല. എന്നാൽ അവർ ഉന്നയിച്ച വിഷയമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയാണ്. നമ്മൾ എന്തൊക്കെ കണക്കുകൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചാലും രാജ്യത്ത് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ CMIയുടെ കണക്കനുസരിച്ച്, സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ എംപ്ലോയ്മെൻറ്റ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന CMIയുടെ കണക്കനുസരിച്ച്, CMIയുടെ ഈ കണക്ക് ഇക്കണോമിക് ടൈംസാണ് പ്രസിദ്ധീകരിച്ചത്. CMIയുടെ കണക്കനുസരിച്ച് ഈ റൂറൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടല്ലോ, ഈ ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് 6.2% 10.82% ഉയർന്നിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മയുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. 4%-ലേറെയാണ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഇൻക്രീസ്. ഞാൻ പറയുന്നതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അതിൻ്റെ ഒരു കാര്യമാണ്, അതിൻ്റെ ഒരു പ്രത്യക്ഷ സമരമാണ് നമ്മൾ ഈ പാർലമെൻറ്റ് അറ്റാക്കിലൂടെ കണ്ടത്. ഇത് ഗ്രാമീണ മേഖലയിലാണെങ്കിൽ അസീം പ്രേംജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ച് അർബൻ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കണക്കെന്ന് പറയുന്നത് 42% ഈ 42% എന്ന് പറയുന്നത് ബിരുദധാരികൾക്കിടയിലുള്ള കണക്കാണ്. അപ്പോൾ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. ഇതൊക്കെ മനുഷ്യരുടെ നിത്യജീവിത പ്രശ്നങ്ങളാണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ആൻറ്റി ഗവൺമെൻറ് വികാരമുണ്ടാക്കും. രണ്ടാമത് യുവാക്കളുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ നരേന്ദ്രമോദി പറയുന്നത് യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ ഇവരുടെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ യുവാക്കൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. രണ്ടാമത് കർഷകരുടെ പ്രശ്നം എടുക്കാം. 2014 മുതൽ 2023 വരെയുള്ള 9 വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ 1,474 കർഷകരാണ് കേട്ടോ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ കണക്കാണ് 1,474 കർഷകർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അതായത് ഒരു ദിവസം ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം എന്ന് പറയുന്നത് 30 ഇനി അപ്പോൾ കർഷകരുടെ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഇതാണ്. അപ്പോൾ കർഷകർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ കാർഷിക നിയമങ്ങൾക്കെതിരെ ഇന്ത്യ അടുത്തിടെ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമല്ലേ കർഷക സമരം എന്ന് പറയുന്നത്. ഈ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നില്ലേ. അപ്പോൾ കർഷകർക്കിടയിൽ സർക്കാരിനെതിരായിട്ടുണ്ടാകുന്ന വികാരം, യുവാക്കൾക്കിടയിൽ സർക്കാരിന് എതിരായിട്ടുണ്ടാകുന്ന വികാരം. ഇനിയിപ്പോൾ ഈ വലിയൊരു പ്രോജക്റ്റാണല്ലോ ഈ കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസം നമ്മൾ ഒരാൾക്ക് തൊഴിൽ കൊടുത്തിരിക്കണം നിശ്ചയമായും. കഴിഞ്ഞ 2022-23 ബജറ്റിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പൈസയിൽ വെട്ടിക്കുറച്ചിരിക്കുന്നത് എത്രയാണെന്നറിയോ? 66,000 കോടി രൂപയാണ്. ആ 66,000 കോടി രൂപ വെട്ടിക്കുറയ്ക്കുമ്പോൾ 100 ദിവസം തൊഴിലുറപ്പാക്കണമെന്ന് പറയുന്ന സ്ഥലത്ത് 45 ദിവസമേ തൊഴിലുറപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൊഴിലുറപ്പ് എന്ന് പറയുന്ന കാര്യവും നടക്കുന്നില്ല. ഈ രീതിയിൽ സർക്കാരിൻ്റെ ഈ പറയുന്ന സർക്കാരിൻ്റെ പല പദ്ധതികളും പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്? നമ്മൾ ഈ കേരളത്തിൻ്റെ കടത്തെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ കടമെന്ന് പറയുന്നത് എത്രയാണെന്നറിയാമോ? കേന്ദ്ര സർക്കാരിൻ്റെ കടമെന്ന് പറയുന്നത് 155 ലക്ഷം കോടി രൂപയുടെ കടമാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, 155 lakh crore 155 ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇന്നലെ ഈ ബി വി സുബ്രഹ്മണ്യത്തിൻ്റെ വെളിപ്പെടുത്തലിനകത്ത് പറയുന്നുണ്ട് ഈ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇത് മാത്രമല്ല ഈ ഓഫ് ബജറ്റ് ബോറോയിങ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്, ബജറ്റിന് പുറത്ത് കടമെടുക്കുക. അപ്പോൾ ഈ ബജറ്റിന് പുറത്ത് കടമെടുക്കുന്ന ഈ പരിപാടി ഘട്ടം ഘട്ടമായി രാജ്യത്തോട് വെളിപ്പെടുത്തുമെന്നാണ് മോഡി പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പറയുന്ന 155 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലൂടെയാണ് ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യം പറയുന്നത് ഒരു ഹിൻഡർബർഗ് പോലെയുള്ള ഏജൻസി വന്ന് ഇന്ത്യയിലെ എക്കണോമിയെ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്താൽ വലിയ വലിയ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന്. അത് പറഞ്ഞത് നരേന്ദ്രമോദി അപ്പോയിൻ്റ് ചെയ്ത നീതി യോഗിൻ്റെ CEO ആയിരിക്കുന്നു. അയാളിപ്പോഴും അധികാരത്തിലിരിക്കുന്ന CEO ആണെന്നുകൂടി നമ്മൾ കാണണം. അതായത് വെറുതെ ഈ കണക്കുകൾ പറയുകയല്ല. ഞാൻ ഈ ഉദ്ധരിച്ച കണക്കുകളൊന്നും കോൺഗ്രസോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ പറഞ്ഞതല്ല. ഒന്ന് NCRB എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഏജൻസിയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോണിറ്ററിംഗ് ഏജൻസിയാണ് സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. ഒരു ദേശീയ ദിനപത്രം അതിൻ്റെ ഫ്രണ്ട് പേജിൽ അടിച്ചതാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കണക്ക്. അപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന പ്രശ്നം, കർഷകരുടെ പ്രശ്നം, തൊഴിൽ ലഭിക്കാത്തതിൻ്റെ പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങൾ വളരെ ശക്തമായി ഈ രാജ്യത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ പറയും ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിരിക്കുന്നു എന്ന് പറയും. അത് ശരിയുമാണ്. നോക്കൂ, ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിരിക്കുന്നതിന് ദർ ആർ ഡിഫറെൻറ്റ് റീസൺസ്. ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ റൈസ് ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഷുഗർ, പഞ്ചസാര ഉണ്ടാക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ വലിയ പുരോഗതി രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് രാജ്യത്തിൻ്റെ വിസ്തൃതിയും രാജ്യത്തെ ജനസംഖ്യയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ്. ഒരു രാജ്യം 5ാമത്തെ സാമ്പത്തിക ശക്തിയായി എന്ന് പറയുന്നത് കൊണ്ടൊന്നും ഞാൻ അഭിമാനിക്കുന്നു, നല്ല കാര്യം, അഭിമാനിക്കാം. പക്ഷേ എൻ്റെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണല്ലോ ക്രൈറ്റീരിയ. അതായത് രാജ്യം 1ാം സാമ്പത്തിക ശക്തിയായാലും 4ാമത്തെ സാമ്പത്തിക ശക്തിയായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ വർധന ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ രീതിയിൽ വിവിധ വിഷയങ്ങൾ ഈ കേന്ദ്ര സർക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. 1. 2, ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി പോലൊരു സംവിധാനം വരുന്നു. അത് വരുമെന്നും അത് രൂപപ്പെട്ട് വരുമെന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഈ അയോധ്യ വയ്ക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും ഒരു തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് ഒരു ദീർഘകാല പ്രോജക്റ്റ് BJP ഉണ്ടാകും. അങ്ങനെയാണ് BJP അത് നേരിടുക. അപ്പോൾ ബാലാക്കോട്ട് സംഭവിച്ചില്ലേ 2019 ഒറ്റയടിക്ക് കാര്യങ്ങൾ മുഴുവൻ മാറിയില്ലേ. ഇപ്പോൾ ഈ അയോധ്യ വരുന്നു അങ്ങനെയാണ്. ഈ അക്ഷതം എല്ലാ വീടുകളും എത്തിച്ചില്ലേ. അക്ഷതം വീടുകളിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല, ഈ വിളക്ക് കൊളുത്തുകയാണ്. എല്ലാ വീടുകളിലും വിളക്ക് കൊളുത്താൻ ആഹ്വാനം ചെയ്യുന്നു. ആ ദിവസം ഈ മന്ദിരങ്ങളിൽ പോയി, ദേവാലയങ്ങളിൽ പോയി ദേവാലയങ്ങൾ ശുദ്ധീകരിക്കാൻ പറയുന്നു. നിങ്ങൾ എത്ര വിദൂരത്തിരുന്നാലും ഈ ആക്ടിവിറ്റിയുമായി, ഈ അജണ്ടയുമായി നിങ്ങളെ കണക്ട് ചെയ്യണം. 1999 ഒരു ഉദാഹരണം ഞാൻ പോയി, ജയലളിത പിൻവലിച്ചു. അന്ന് ജയലളിത പിന്തുണ പിൻവലിക്കുന്നു, വാജ്പേയി സർക്കാർ താഴത്തേക്ക് പോകുമ്പോഴാണ് കാർഗിൽ യുദ്ധം ഉണ്ടാകുന്നത്. കാർഗിൽ യുദ്ധം കെയർ ടേക്കർ ഗവൺമെൻറ് ആയിട്ടിരുന്നിട്ടാണ് വാജ്പേയി ആ യുദ്ധം ഫൈറ്റ് ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ ഇന്ത്യ വിജയിക്കുന്നു. വിജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വാജ്പേയി ഗവൺമെൻറ് ചെയ്തതെന്നറിയാമോ? അതിൽ മരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ മുഴുവൻ ശീതീകരിച്ച ശവപ്പെട്ടികളിലാക്കി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു. അങ്ങനെ വീടുകളിലേക്ക് എത്തിച്ചിട്ടൊരു വലിയ ദേശീയ വികാരം ഉണ്ടാക്കി. സാധാരണഗതിയിൽ അപ്പോഴാണ് ശവപ്പെട്ടി കുംഭകോണം ഉണ്ടാകുന്നത്. ജോർജ് ഫെർണാണ്ടസിനെ പോലെ പ്രതിരോധ മന്ത്രിയായിരുന്ന ആൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ട് അയാളുടെ പൊളിറ്റിക്കൽ ലൈഫിലെ ഏറ്റവും വലിയ അഴിമതി ആരോപണം എന്ന് പറഞ്ഞാൽ ഈ ശവപ്പെട്ടി കുംഭകോണം ഉണ്ടാകുന്നത് അങ്ങനെയാണ്, ആ സമയത്താണ്. എന്തിനാണത് ചെയ്തത്? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് നല്ലൊരു കാര്യമല്ലേ? ഒരു വീരമൃത്യു വരിച്ച സൈനികൻ്റെ മൃതദേഹം വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഒരു പരിപാടിയില്ല. അത് ഈ പറയുന്ന കൂട്ടമായി സംസ്കരിച്ചിട്ട് അവിടെ വലിയ സ്മാരകങ്ങൾ ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്യുക. ഇന്ത്യ ഗേറ്റൊക്കെ അങ്ങനെ വലിയ സ്മാരകങ്ങളാണ്. ഈ നമ്മുടെ പാകിസ്ഥാനുമായി എതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഒരു വലിയ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത്. അവിടെ അതിനകത്ത് മരിച്ചവരുടെയൊക്കെ പേരുകൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാലറിയാം. അപ്പോൾ ഈ ഇതിൽ അതിനെ ആ ഒരു ദേശീയ വികാരം എങ്ങനെയാണ്, അതെങ്ങനെയാണ് അവരുടെ ആ രാഷ്ട്രീയ അജണ്ടയെ ഓരോ വീടുകളിലും എത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ നല്ലൊരു പ്രാക്ടീസ് ആയിരുന്നു 99 ചെയ്തത്. ഇപ്പോൾ ഈ അക്ഷതം എത്തിക്കുന്നത് വഴി, നിങ്ങൾ വീട്ടിൽ വിളക്ക് കൊളുത്താൻ പറയുന്നത് വഴി, നിങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയി അത് ശുദ്ധീകരിക്കാൻ പറയുന്നത് വഴി, അയോധ്യയിലെത്തിയില്ലെങ്കിലും ആ വിഷയത്തിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആവുകയും രാമൻ എന്ന് പറയുന്ന ഒരു ബിംബത്തിലൂടെ BJPയോട് ഐഡൻറ്റിഫൈയും ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ പോലും, നമ്മൾ കേരളം നല്ല ഒരു സെക്കുലറായ സമൂഹമാണ്, ഉയർന്ന പ്രബുദ്ധമായ സമൂഹമാണെന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ എത്രത്തോളമാണെന്ന് അറിയാം ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ പിന്നെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഈ ചർച്ച നടക്കുന്നത് പറയുന്നത്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് കോൺഗ്രസിൻ്റെ വാക്ക് ഞാൻ കടമെടുത്തുകൊണ്ട് പറയട്ടെ. കോൺഗ്രസ് ആ പറഞ്ഞ കറക്റ്റാണ്. ഒരു രാഷ്ട്രീയ പദ്ധതിയാണ്, അത് രാഷ്ട്രീയ അജണ്ടയാണ്. ഈ രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന വികാരം തന്നെയാണ് 2024 BJPക്ക് അനുകൂലമായ വോട്ടായി മാറാൻ പോകുന്നതെന്ന് നരേന്ദ്രമോദിക്ക് സംശയമില്ല, അമിത്ഷായ്ക്ക് സംശയമില്ല, BJP ദേശീയ നേതൃത്വത്തിന് സംശയമില്ല, ആ പാർട്ടിക്ക് ആർക്കും തന്നെ സംശയമില്ല. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണ്. ഈ രാഷ്ട്രീയ അജണ്ടയുടെ ആ പ്രയോഗത്തിലൂടെ വിജയിച്ചു വരാനാണ് സർക്കാരും മോഡിയും BJPയും ശ്രമിക്കുന്നത്. Meet the editors.